അപ്പൊ ഹലോ മുത്തുമണികളെ, നമ്മളെ സുന്ദരന് ഇതാക്കണ കേട്ടോ. റിതുവാ റിതുവാ ഇവിടെ തിരിഞ്ഞ ഇവിടെ തിരി ഇതാക്കണ കേട്ടോ. അവന് പള്ളി വേദനക്കാണല്ലോ. കാക്കു കിയാർനെല്ലിയൊക്കെ പാലിൽ അരച്ച് കൊടുത്തീനി. അപ്പൊ പള്ള വേദനക്കാണ് പറഞ്ഞാണ്ട് കിടന്നതാണ്. ഇതൊക്കെയാ പള്ള എത്താകണല്ലോ. കിയാർനെല്ലി പിടിച്ചിട്ടാ ആ പള്ളി വരുത്തോവോ? റിതുവാ പനിച്ചിട്ടൊന്നുമില്ല, ഞാൻ നോക്കി. എത്തോനും ഞാൻ തിന്നാൻ കൊടുക്കണ്ടേ? ചോറുണ്ട്, ചോറും അവന് വേണ്ട. ഒക്കാൻസാൻ വരികയാണ്. റിതുവാ ഓന് ഇനി മരിച്ചാൽ കിടക്കണേലും സോയാബീൻ ഉണ്ടാക്കിട്ടോ മക്കളെ. ഞാന് ഓന് സോയാബീൻ ഇല്ലാതെ ഓന് തിന്നാൻ വെച്ച. അപ്പോൾ സോയാബീനിൽ എണ്ണയൊന്നും ഇട്ടിട്ടില്ല. സാധാ മഞ്ഞളും മുളകും ലേസം ചിക്കൻ മസാല ഇട്ടുകാണ്ടേ അങ്ങനെ ഉണ്ടാക്കിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം കേട്ടോ മക്കളെ. സോയാബീൻ ഉണ്ടാക്കിയാണ്. ഒരു വല്ലുള്ളിൻ്റെ കഷ്ണവും ഒരു തക്കാളിൻ്റെ കഷ്ണവും ഒരു ഇഞ്ചി കഷ്ണവും ഇട്ടുകാണ്ടേ മഞ്ഞപ്പൊടിയും ലേസം ചിക്കൻ മസാലയും ഇട്ടുകാണ്ട് ഞാൻ മിക്സിയിലാണ് അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തിൽ ഉപ്പിട്ടുകാണ്ടേ കറിവേപ്പില ഇട്ടുകാണ്ടാണ് ഉണ്ടാക്കി. തുള്ളി എണ്ണയൊന്നും പെടുത്തിയിട്ടില്ല കേട്ടോ. ഓനിതായാൽ മതി, ഓന് ഇഷ്ടമാണ് ഇങ്ങനെ തിന്നണത്. അപ്പം അതാണ് ഇങ്ങനെ ഉണ്ടാക്കണത് കേട്ടോ. അതിക്ക് എണ്ണയും വെളിച്ചെണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വേണ്ടേ കുട്ടിക്ക് കൊടുക്കാൻ. അപ്പൊ മക്കളെ ഉപ്പൊക്കെ ഇട്ടിക്കണ കേട്ടോ. ഉപ്പിടാൻ പാടില്ല താത്ത പറയും. ഉപ്പിടാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ കേട്ടോ. 2-3 ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആരങ്ങളോട് ഉപ്പിടണ്ട പറഞ്ഞത്? ഉപ്പിടണം, ഉപ്പിട്ടിട്ടേ കുട്ടിക്ക് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പ്രഷർ കുറയും, കുട്ടി തളർന്നു പോകും പറഞ്ഞിട്ടുണ്ട്. പണ്ടിലെ ആളുകളൊക്കെ പറയില്ലേ ഉപ്പിടാതെ ഉണ്ടാക്കണം എന്നൊക്കെ. എണ്ണ പിന്നെ അതേപോലെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഇറച്ചി മീൻ ഇതൊന്നും പാടില്ല. ഉപ്പിടാട്ടോ. ഉപ്പിട്ടുകാണ്ട് നന്നായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ്, അസ്സലാമലൈക്കും. അപ്പൊ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? അപ്പൊ അൽഹംദുലില്ലാ സന്തോഷ വാർത്ത ഉണ്ട്. നമുക്ക് മോണിറ്റേഷനൊക്കെ കിട്ടിയിട്ടോ. അപ്പൊ അതാണ് 2-4 ദിവസം വീഡിയോയും ചെയ്തിട്ടില്ല. പിന്നെ റിതു ഹോസ്പിറ്റലിലല്ലായിരുന്നോ? അവനക്ക് നല്ല കുറവുണ്ട് കേട്ടോ. ഇതില് പകുതി ആളുകൾക്കൊന്നും അറിയണുണ്ടാവില്ല. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് റിഷാമൊയ്തുവിലെ സബ്സ്ക്രൈബേഴ്സ് മാത്രമൊന്നല്ലല്ലോ, ഇതില് വേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മളെ മോന് മഞ്ഞപ്പിത്തായിരുന്നു കേട്ടോ. അപ്പൊ കുറവുണ്ട്, ഡിസ്ചാർജ് ചെയ്ത് പോന്നിട്ടുണ്ട്. നമുക്ക് പച്ചമരുന്ന് കൊടുക്കണം. കാക്കുക്ക് യാർനല്ലിയൊക്കെ തപ്പി തെരഞ്ഞു കൊടുന്ന് അരച്ചുകാണ്ട് കൊടുക്കുന്നുണ്ട് 2-3 നേരം കേട്ടോ. പിന്നെ എന്തോ ഒരു ഇലയുണ്ട്, ആ ഇല ഞാൻ കാണിച്ചുണ്ട് രാവിലെ ഞാൻ ഉണ്ടാക്കുമ്പോഴേട്ടോ. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പൊ ഈ ചാനലും നമ്മൾ മെല്ലെ ഗ്രോ ചെയ്ത് പോണത്. അപ്പൊ അധികം വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല ഇതില്. അപ്പോത്തിന് നമുക്ക് കുട്ടികൾക്കൊക്കെ വയ്യാതായി. പിന്നെ റിതു ആണ് കോമഡി സ്കിറ്റാണ് ഇതിൽ കൂടുതൽ ചെയ്യണത്. അപ്പൊ അത് എടുത്തു തരുന്നതും ഒക്കെ റിതു ആണ്. എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഓന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയോണ്ടേ അപ്പൊ ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ നമുക്ക് മോണിറ്റേഷന്റെ ടൈമിൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഇപ്പൊ അത്രയും നേരം വൈകിയത് ചെയ്യാതെ കേട്ടോ. അല്ല ഞാൻ ഷോർട്സ് ഒന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിരുന്നു. ഇടാൻ കഴിയില്ല, നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ കാക്കു ഇവിടെ അല്ലാത്തോണ്ട് എന്തായാലും പച്ചമരുന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ചികിത്സ ആരംഭിക്കണം അല്ലേ, തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എല്ലാരും നമ്മളെ മറ്റേ വീഡിയോസിന്റെ താഴെ എല്ലാരും പറയുന്നുണ്ട് ശ്രദ്ധിക്കിട്ടോ താത്താന്ന്. ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ മക്കളെ, നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഓൻ കുട്ടിയല്ലേ, നമ്മളെ എത്ര പറഞ്ഞാലും കേൾക്കൂല. അടങ്ങി കിടക്കാൻ പറഞ്ഞാലൊന്നും കേൾക്കൂല. നമ്മ കുട്ടികളുള്ള വീടല്ലേ. പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കറിയാം പകർന്ന് മക്കൾക്കൊക്കെ പകരുന്നറിയാം. അപ്പൊ മാക്സിമം ഓരോ റൂമിലിട്ട് കണ്ട് നമ്മളാ മറ്റേ റൂമുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ ഒരു ബാത്റൂം ഉണ്ട്. അപ്പൊ ഉമ്മാനെ ഞാൻ അതാ കാര്യമായിട്ട് മാറ്റി നിർത്തിയത്. നമ്മളമ്മാനെ ഉമ്മയും തന്നെ ആ റൂമില്. അപ്പൊ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ആ ബാത്റൂമില്. അപ്പൊ ഉമ്മയും തന്നെ ഉപയോഗിക്കണല്ലേ. വയസ്സായതല്ലേ, ഉമ്മാക്കൊക്കെ പെട്ടെന്നുണ്ടാവും. അപ്പൊ ഉമ്മാനെ താൻ്റെ അടുത്ത് കൊണ്ടാക്കിയാട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉമ്മഞ്ഞ് ഇതൊക്കെ മാറിയിട്ട് വരട്ടെ. അപ്പൊ എല്ലാരോടും പ്രത്യേകിച്ച് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് കഴിയണില്ല, സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണല്ലേ, ബേബിയാളും കാര്യങ്ങളൊക്കെ.
പിന്നെ ഇപ്പൊ അസുഖവും കാര്യമൊക്കെ ആയാല് ഇതൊക്കെ തന്നെയല്ലേ സ്ഥിതി. പിന്നെന്താ, ഭക്ഷണമൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ ഇറച്ചി മീനൊന്നും നമ്മള് വാങ്ങല്ല അപ്പൊ കുറച്ചായിട്ട് ഓനിങ്ങനെ വെയ്യായിട്ടേ. കുട്ടികൾക്ക് വെയ്യാഞ്ഞാൽ നമ്മക്കൊന്നും ഒരു സുഖല്ലല്ലോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളു. പിന്നെ നമ്മൾ സ്കിറ്റ് കഴിയണ പോലെ ചെയ്യട്ടോ. ഓനെപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കാനും ഇതിനൊക്കെ വരുമ്പോ ഓന് അസ്വസ്ഥത കുറച്ചേരൊക്കെ അങ്ങനെ നിക്കുള്ളൂ. അപ്പൊ അന്ന് ആ ഇത് കൊടുത്തപ്പോഴേ, ഊഞ്ഞാല് കൊടുത്തപ്പോ അതിന്റെ സന്തോഷം കൊണ്ട് ഓടി വന്നാട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളൊക്കെ ഇങ്ങനെ എപ്പോഴും പിച്ചി പറിച്ചു കൊണ്ട് നിൽക്കും. ഇപ്പൊ ഞാൻ അവനോട് പറയല, ഈ ഐറ്റങ്ങളെ തൊടല ഐറ്റങ്ങൾക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് തൊട്ടെഴുതി കണ്ട് അങ്ങനെ പകരൊന്നുമില്ല. തൊട്ടാല് അവരെ ശരീരത്തിൽ അണുണ്ടാവും, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. പിന്നെ നമ്മള് കൈ കഴുകാതെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ വായിലൂടെയാണ് നമുക്ക് ഉണ്ടാവുക. പിന്നെ നമ്മള് ഉപയോഗിക്കുന്ന ബാത്റൂമും അങ്ങനെയാണ് മഞ്ഞപ്പിത്തം ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ഞാൻ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികളെ കൈയൊക്കെ കഴുകിക്കാണ്ട് വൃത്തിയായിക്കൊണ്ട്. നാളെ എക്സാം തുടങ്ങുകയാണ്. ഇപ്പൊ ഞാൻ ടീച്ചറോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചർ മഞ്ഞപ്പിത്താണെങ്കിൽ വരണ്ടാന്ന് പറഞ്ഞിരുന്നു കേട്ടോ, കുറച്ച് മുന്നേ വിളിച്ചപ്പോ. അപ്പൊ ഇന്ന് ഞാൻ വിളിച്ചു ടീച്ചറോട്. ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് അയക്കണം ടീച്ചറെ, കുഴപ്പമൊന്നുമില്ല, അപ്പൊ ബ്ലഡിന് നല്ല കുറവൊക്കെ ഉണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഓന്റെ ഉപ്പാനെ പറഞ്ഞേക്കാം, എക്സാം എഴുതിക്കാണ്ട് അങ്ങോട്ട് തന്നെ കൊടുന്നാളിയായിരുന്നു. ഞാൻ പറഞ്ഞു കുട്ടികളല്ലേ, നീ എഴുതിയിട്ടില്ലെങ്കിൽ തോൽവിയൊക്കെ ആവൂല ടീച്ചറെ പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു അതിപ്പോ നമുക്ക് പറയാൻ പറ്റൂലല്ലോ, അസുഖല്ലേ, നമുക്ക് എന്താ ചെയ്യാറ്. അപ്പൊ ഞാൻ പറഞ്ഞു എഴുതിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിക്ക് ടെൻഷനും വിഷമങ്ങളൊക്കെ ആവും. 14 വയസ്സൊക്കെ കഴിഞ്ഞ് 15-ാം വയസ്സല്ലേ. അപ്പൊ അടുത്ത കൊല്ലം ഇനിയിപ്പോ SLC അല്ലേ. നമ്മള് ട്യൂഷനിലൊക്കെ ചേർത്തിയും ചെയ്തിട്ടോനെ. അപ്പൊ അതൊക്കെ ഒരു മനസ്സിക്ക് ടെൻഷനാവൂല കുട്ടികൾക്ക്. അപ്പൊ ടീച്ചറാണ് കുഴപ്പമില്ല, ഓനെ ഞാൻ എഴുതിച്ചോളായിരുന്നു. അപ്പൊ കാക്കുഞ്ഞ് നാളെ കൊണ്ടുപോകും. നാളെയാണ് എക്സാം, ഉച്ചക്ക് ശേഷമാണ്. അപ്പൊ പെട്ടെന്ന് അസുഖമൊക്കെ മാറിക്കിട്ടാ എല്ലാരും ദുആ ചെയ്യോണ്ടിട്ടോ. നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാരും പറയുന്നുണ്ട് എന്താ ഒരു മോനല്ലേ ഉള്ളൂ, ശ്രദ്ധിക്കട്ടെത്താന്നൊക്കെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തിന്റെ ഗൗരവം എന്താന്ന് എനിക്ക്, ഞാൻ സിസ്റ്റർ ആയിരുന്നില്ല, കുറച്ചൊക്കെ അറിയാം, നന്നായിട്ട് അറിയാം, കുറച്ചൊന്നുമല്ല. അപ്പൊ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ കേൾക്കൂല, പിടിച്ചിരുത്തി കിടത്തലാട്ടോ. 15 വയസ്സ് 14 വയസ്സ് പറഞ്ഞിട്ട് കാര്യമില്ല. അതില്ല മാതാപിതാക്കന്മാർക്കൊക്കെ അറിയാം. ഓലായിരിക്കും ആ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയില്ലേ. അത്ര പറഞ്ഞാലും മനസ്സിലാവൂല. പിന്നെ ഓന് പാത്രം ഗ്ലാസ് പ്ലേറ്റ് അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളിലെ വീടല്ലേ, നമ്മളതൊക്കെ ശ്രദ്ധിക്കണ്ടേ. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 3-4 നേരം കുളിപ്പിക്കുന്നുണ്ട്, അതൊക്കെ റെഡി ആക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത്രയൊക്കെ ഉള്ളു വീഡിയോ. അപ്പൊ കൂടുതൽ സപ്പോർട്ട് വേണം കേട്ടോ. ഞാൻ കൂടുതൽ വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുക. കാരണം സ്കിറ്റ് ചെയ്യാനും ഓന് ചിലപ്പോ കുറെ നേരം ഫോണിന്റെ ഇടയിലൊക്കെ നിൽക്കുമ്പോഴേ ഇടയ്ക്കൊന്ന് ക്ഷീണം വരികയാണ്, തളർന്നു പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറെ നേരമൊക്കെ ഫോണിന്റെ അടുത്ത് നിർത്താൻ പറ്റൂലല്ലോ. അപ്പൊ കഴിയുമ്പോ ഞാൻ ചെയ്യിപ്പിക്കും. അല്ലാത്ത ടൈമിലൊക്കെ നമ്മൾ ഷോർട്ടോ അല്ലെങ്കിൽ എന്റെ സാധാ ചട്ടിൻകുട്ടി വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇടണ്ട്. കൂടുതൽ സപ്പോർട്ട് ചെയ്യോണ്ടിട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പൊ എത്രയൊക്കെ ഉള്ളു വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വരണ്ട്. നമ്മള് പെയിന്റ് ഒക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ കാക്കും ഞാനും ഇരുന്ന് അടിച്ചേണ്ടി വരും റിതുവിനെ. അപ്പൊ റിതു എന്റെ മാറിയിക്കടി ഞാൻ അടിച്ചാ അറിയണ്ടോ, കുട്ടിയല്ലേ, ഒന്നും അറിയില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോണ്ട്, ഞാനും പെച്ചും ചെയ്തോണ്ട് എന്നൊക്കെ പറഞ്ഞത്. മനുഷ്യ പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.